ആവിയിൽ വേവിച്ചെടുത്ത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഉള്ളിൽ നല്ലൊരു ജ്യൂസി ആയിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഇതിനായിട്ടുള്ള കവറിംഗ് ആണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ചെറു ചൂടായിട്ടുള്ള പാൽ വേണം ഇതിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാദ്യം ഒന്ന് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു പഞ്ചസാരയൊക്കെ അലിഞ്ഞു ചേർന്ന് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് മൈദയാണ്. ഞാനിവിടെ 2 കപ്പ് അളവ് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പലഹാരം മൈദയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും മൈദയും പകുതിയായിട്ട് എടുത്തിട്ടോ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 കപ്പ് അളവ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ നീഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഒരല്പം സ്റ്റിക്കി ആയിരിക്കും. ആ ഒരു രീതിക്ക് വേണം നമ്മളുടെ കൂട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ചേർത്ത 1 കപ്പ് അളവ് പാല് എനിക്ക് പാകത്തിനായിരുന്നു. എന്നാൽ മൈദയിലുള്ള വ്യത്യാസമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ പാലിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആവാം. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ടുണ്ടാവുക. ഒരല്പം സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാകുക. അതൊരു 5 മിനിറ്റ് നേരം നല്ല പോലെ തന്നെ നീഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് നീഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളുടെ കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഒരല്പം സ്റ്റിക്കി ആയിരിക്കും. ഇനി ഞാനിവിടെ കയ്യിൽ ഒരല്പം എണ്ണയൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു കൂട്ടെടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഞാനൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കയ്യിൽ ഒരല്പം എണ്ണയാക്കിയാൽ മതി. അപ്പോൾ ഒട്ടും തന്നെ കയ്യിലൊന്നും പറ്റിപ്പിടിക്കില്ല. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ കൂട്ടിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് ഡബിളായി കിട്ടണം. നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറൊക്കെ മതിയാകും. ഇനി ഞാൻ ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എല്ലാ സോട്ടിങ്ങും ചെയ്തിരിക്കുന്നത്. ഉള്ളി അങ്ങനെ ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ഇതുപോലെ വാടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ചക്കറികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഏകദേശം 1 കപ്പ് അളവ് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉള്ള പച്ചക്കറികൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. എരിവിന് പാകത്തിന് ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1.5 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്താലും മതിയാകും. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എല്ലാ സോട്ടിങ്ങും ചെയ്തിരിക്കുന്നത്. ഈ ഒരു പച്ചക്കറിയുടെ ഒക്കെ വെള്ളം ഒന്ന് ചെറുതായിട്ട് വലിഞ്ഞ് വരും മാത്രമേ വേണ്ടൂ. അതിൻ്റെ ക്രഞ്ചിനെസ് മാറേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള കുറച്ച് ചിക്കൻ എടുത്തിട്ട് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും ഇതിൻ്റെ കൂടെ മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കാം. ഇത് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ഉപയോഗിച്ചും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ ആ ഒരു പച്ചക്കറി മാത്രം ചേർത്തിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ചിക്കൻ ചേർത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ആ ഒരു പച്ചക്കറിയിൽ നല്ലപോലെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. ആ ഒരു പച്ചക്കറിയുടെ ക്രഞ്ചിനെസ്സും അതുപോലെ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നല്ലപോലെ ഉണ്ടാകും. ചിക്കൻ ചേർത്ത് തയ്യാറാക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ചിക്കൻ ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ നല്ലപോലെ പച്ചക്കറിയിലൊക്കെ പിടിക്കുന്നത്. ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഏകദേശം 2 മണിക്കൂർ നേരത്തേക്ക് ഞാനിവിടെ കൂട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. കൂട്ടിപ്പം ഡബിൾ സൈസായിട്ട് വന്നതായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. കയ്യിലൊരല്പം എണ്ണയാക്കിയതിന് ശേഷം ഇതൊന്നും കൂടെ ഒന്ന് നീഡ് ചെയ്തെടുക്കാം. നീഡ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ കൈ ഉപയോഗിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ കത്തി ഉപയോഗിച്ച് മുറിച്ചെടുത്തോ ഉരുളകളാക്കിയിട്ട് തയ്യാറാക്കിയെടുക്കാം. മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഈ ഒരു അളവിൽ 6 ഉരുളകളാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇവിടെ ചൂടൊക്കെ നല്ലപോലെ ആറി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ മയണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. മയണൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 2.5 ടേബിൾ സ്പൂണോളം മയണൈസ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മയണൈസും കൂടെ വരുമ്പോൾ ഈ ഒരു ഫില്ലിങ് നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുക. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. ഒരു ഉരുള എടുത്തതിന് ശേഷം നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാനാണ് പോകുന്നത്. ഒരുപാട് വലുപ്പത്തിൽ പരത്തേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുത്താൽ മതി. അതിൻ്റെ മിഡിൽ ഭാഗത്ത് കുറച്ച് കട്ടിയായിട്ട് വരുന്ന രീതിക്കാണ് ഞാനിവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. അരികുകൾ മാത്രം ഒന്ന് നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇത് ഫോൾഡ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. സൈഡ് പിടിച്ചിട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇതിപ്പോൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ എല്ലാ ഭാഗവും പിടിച്ച് ഒന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു മുകൾ ഭാഗം പിടിച്ചിട്ട് ആ എക്സസ് ആയിട്ടുള്ള കൂട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് സീലായിട്ട് നിന്നോളും. ഒട്ടും തന്നെ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് പോകുന്നില്ല. ഒന്ന് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, എക്സസ് ആയിട്ടുള്ള കൂട്ട്. ഈ ഒരു രീതിക്കാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു റൗണ്ട് ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ബണ്ണിൻ്റെയൊക്കെ ഷേപ്പ് ഉണ്ടാകുന്ന ആ ഒരു ഷേപ്പ് തന്നെയാണ് ഇത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സെറ്റ് ചെയ്തെടുത്തത് നമ്മൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ ഒരു പാത്രത്തിൽ ഇതുപോലെ മൈദ ഒന്ന് തൂവി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പറ്റിപ്പിടിക്കും. ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സെറ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതുപോലെ ഒരു തുണി കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ അതൊന്ന് ചെറുതായിട്ട് വികസിച്ച് വരും. ഇനി ഇത് ഏത് പാത്രത്തിലാണോ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു പാത്രം നല്ലപോലെ എണ്ണ തടവിയതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എത്രയാണോ കൊള്ളുന്നത് അത്രമാത്രം വെച്ചാൽ മതി. ഇത് നന്നായിട്ട് പൊന്തി വരും, അതും കൂടെ മനസ്സിൽ കാണണം. ഇവിടെ സ്റ്റീമർ വെള്ളമൊഴിച്ചിട്ട് നേരത്തെ തന്നെ ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് നേരത്തേക്കാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. 10 മിനിറ്റ് നേരാകുമ്പോഴേക്കും ഇത് പാകത്തിന് നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ടാകും. നല്ല പോലെ വികസിച്ച് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡിമോൾഡ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു രീതിക്ക് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രുചി ഒന്നും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സോസും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഷേസ്വാൻ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഷേസ്വാൻ സോസ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ 2 ചെറിയ തക്കാളിയും കുറച്ച് വറ്റൽമുളകും എടുത്തിട്ട് വെള്ളത്തിൽ നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം അരച്ചെടുത്ത് വന്നാലും മതിയാകും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും 1/2 ടീസ്പൂൺ അളവിൽ സോയാ സോസും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഏതെങ്കിലും സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലൊന്നും കുഴപ്പമില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സോസിൽ ഏതെങ്കിലും സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു അല്പം വലിയൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളുത്ത എള്ള് ഇല്ലാന്നുണ്ടെങ്കിൽ കറുത്ത എള്ളും ഉപയോഗിക്കാവുന്നതാണ്. ഇനി എള്ള് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എള്ളൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു സോസ് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം ഒന്ന് ചെറുതായിട്ട് മാറി വരണം.
ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്ത് ആ ഒരു സോസൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി വരുന്നത് വരെയാണ് ഇതൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു സോസിൽ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങനെ മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു സോസിൽ ഒന്ന് നന്നായിട്ട് കവർ ചെയ്ത് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 മിനിറ്റോളം ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ആ ഒരു സോസും കൂടി വരുമ്പോഴാണ് ഈ ഒരു പലഹാരത്തിൻ്റെ രുചി ഒന്നും കൂടെ കൂടുന്നത്. സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. ഉള്ളിൽ ജ്യൂസി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.